100 വയസ്സ് തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് 102 വയസ്സുള്ള നേതാവ് RKN എന്ന രാമസ്വാമി നല്ലകണ്ണി. 1924 ജനുവരി 26 തമിഴ്നാട്ടിലെ വൈകുണ്ഠത്ത് ജനനം. തൻ്റെ 15-ാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ മെമ്പർ ആവുകയും അതോടൊപ്പം തന്നെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹം പടിയിറങ്ങുന്നത്. 2017 സ്ഥാപിതമായ TOPM തമിഴ്നാട് ഒപ്രസ്ഡ് പീപ്പിൾസ് മൂവ്മെന്റ് എന്ന സംഘടനയുടെ സ്ഥാപകൻ കൂടിയാണ് നല്ലകണ്ണി. ദളിത് പിന്നോക്ക സമുദായങ്ങൾക്കെതിരെയുള്ള വേട്ടയാടലുകളും പ്രതികാരങ്ങൾക്കുമെതിരെ ശക്തമായി പോരാടിയ മനുഷ്യൻ. TOPMന്റെ ഇടപെടലുകളൊക്കെ തന്നെയും ജാതി കോമരങ്ങൾക്ക് വലിയ തലവേദനയായി മാറിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാരുടെ 15 വർഷ തടവ്, ക്രൂര പീഡനങ്ങൾ ഉൾപ്പെടെ നിരവധി പീഡനങ്ങൾ അനുഭവിച്ച മനുഷ്യനാണ് നല്ലകണ്ണി. ശ്രീനിവാസ റാവുവിന് ശേഷം മദ്രാസ് കിസാൻ സഭയുടെ നേതാവായി. അടിച്ചാൽ തിരിച്ചടിക്കണമെന്ന റാവുവിന്റെ ഫോർമുല തന്നെയാണ് അദ്ദേഹവും മുന്നോട്ട് വെച്ചത്. നല്ലകണ്ണെന്ന CPI നേതാവിനെതിരെ എന്തെങ്കിലും ഉണ്ടായ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒന്നിച്ചു നിന്ന് പോരാടുന്ന ചിത്രമാണ് തമിഴകം കണ്ടിട്ടുള്ളത്. 2002 സ്വാതന്ത്ര്യ ദിനത്തിൽ തമിഴ്നാട് സർക്കാരിന്റെ തകൈസൽ തമിഴ് എന്ന അവാർഡ് നേടി. 1 ലക്ഷം രൂപയായിരുന്നു സമ്മാനത്തുക. ആ തുകയും കയ്യിലുണ്ടായിരുന്ന 5000 രൂപയും ചേർത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അദ്ദേഹം തിരിച്ച് സംഭാവന നൽകി. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ എണ്ണമറ്റ ഇതിഹാസങ്ങൾ ദ്രാവിഡ മണ്ണിലുണ്ട്. അവർക്ക് വേണ്ട ശ്രദ്ധ ലഭിക്കാതെ പോയിട്ടുണ്ടായിരുന്നെങ്കിലും തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ വലുതായിരുന്നു. ജീവാനന്ദ മുതൽ ശ്രീനിവാസ റാവു വരെ, തഞ്ചാവൂരിലെ രക്തസാക്ഷി ചുടലൈ മുതൽ നല്ലകണ്ണ് വരെ, ഫ്യൂഡലിസത്തിന്റെയും ജന്മിത്തത്തിനുമെതിരെ ശക്തമായി പോരാടിയ ഇവരുടെ ചരിത്രം തമിഴ്നാട് ജനത വീണ്ടും ഓർക്കും. മറക്കപ്പെട്ടു പോയ പല സ്വാതന്ത്ര്യങ്ങൾക്കും വേണ്ടി പോരാടിയ സഖാവ് നല്ലകണ്ണിന് വീരവണക്കം.